السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്വിശ്വാസികളെ, അൽ-ഇമാം അൽ-മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദർസിൽ നാം വായിച്ച ബാബ് ഷിർക്കിൻ്റെ നിരർത്ഥകതയെ അറിയിക്കുന്ന ചില ആയത്തുകളും ഹദീസുകളും എല്ലാം കൊടുത്തിട്ടുള്ള ബാബാണ്. അതിൽ സൃഷ്ടാവല്ലാത്ത സൃഷ്ടികളെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ നിരർത്ഥകത, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സ്വന്തത്തിനോ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രിയപ്പെട്ടവർക്ക് പോലും യാതൊരു രീതിയിലും പരലോകത്ത് ഉപകാരം വരുത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരായി പ്രാർത്ഥിച്ചിട്ട് പോലും ആ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഹിദായത്ത് നൽകുകയും കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിച്ച ആയത്തുകളാണ് വായിച്ചത് കഴിഞ്ഞ ബാബിൽ. അപ്പം അതിലൂടെ തൗഹീദിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാഠം, അഥവാ ആളുകൾ ശിർക്കിൽ അകപ്പെടുമ്പോൾ, സൃഷ്ടികളെ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞ് ആരാധനകൾ അർപ്പിക്കുമ്പോൾ ആ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തൻ്റെ ഇഷ്ടപ്രകാരം ഒരാൾക്ക് നന്മ വരുത്താനോ അല്ലെങ്കിൽ ഒരാൾക്ക് ദോഷം വരുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടോ ഒന്നും നടന്നിട്ടില്ല. കാര്യങ്ങളുടെ അധികാരം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് അറിയിക്കുന്നതായിരുന്നു അത്. ഇനി അതിനുശേഷമുള്ള ബാബിലും അതുപോലെ തന്നെ സൃഷ്ടികളെ ആരാധിക്കുന്നതിന് നിരർത്ഥകത അറിയിക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ബാബിൽ റസൂലുകളിൽ അഥവാ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചാലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയകളെ സ്വാലിഹീങ്ങളെ ആരാധിച്ചാലോ അവർക്കൊരു ഗുണം ലഭിക്കാനോ അല്ലെങ്കിൽ ദോഷം തടയാനോ സാധിക്കില്ല എന്ന് മനസ്സിലായി. ഈ ബാബിൽ മലക്കുകളെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. മനുഷ്യരെക്കാൾ പല രീതിയിൽ പ്രത്യേകതകളുള്ള, കഴിവുള്ള, ശക്തിയുള്ള സൃഷ്ടികളാണ് മലക്കുകൾ എന്നുള്ളത്. അപ്പോൾ മലക്കുകളെ ആരാധിച്ചിരുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്ത രീതിയിലെല്ലാം മലക്കുകളെ ആരാധിച്ചിരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾക്ക് അവർ കഴിവുണ്ട്, അവർക്ക് ശക്തിയുണ്ട്, അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അതൊന്നും അള്ളാഹുവിന് മുമ്പിൽ ഒന്നുമല്ല. അതിനേക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ അളമത്ത്, അള്ളാഹുവിൻ്റെ മഹത്വം എന്നറിയിക്കുന്ന, മലക്കുകൾ പോലും അള്ളാഹുവിന് മുമ്പിൽ ഭയവിഹ്വലരായി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നറിയിക്കുന്ന ചില ആയത്തുകളും ഹദീസുകളുമാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിവുകൊണ്ടും ശക്തി കൊണ്ടും വളരെ ഉന്നതരായിട്ടുള്ള മലക്കുകളെ വിളിച്ചു തേടിയിട്ട് പോലും ഒരു കാര്യവുമില്ല, അതിനേക്കാൾ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ സ്ഥാനവും ശക്തിയും എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യില്ല, അള്ളാഹു അല്ലാതെ മലക്കുകളെയോ അതിന് താഴെയുള്ള ഒരു സൃഷ്ടിയെയും വിളിച്ചു തേടാനോ ഒന്നും അവർ ഒരുങ്ങുകയില്ല. അതിന് അവർക്ക് സാധിക്കുകയില്ല. കാരണം അവർക്ക് നിരർത്ഥകത ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ചില ആയത്തുകളും ഹദീസുകളുമാണ് ഈ ബാബിൽ പറയുന്നത്. ബാബു, ഈ ബാബിൽ ആദ്യം ആയത്താണ് കൊടുക്കുന്നത്. ഖൗലില്ലാഹി തആല, സൂറത്തു സബയിലെ 23-ാമത്തെ ആയത്തുള്ള ഹത്താ ഇദാ ഫുസിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ് വഹുവൽ അലിയ്യുൽ കബീർ. ഹത്താ ഇദാ ഫുസിഅ അൻ ഖുലൂബിഹിം, അവരുടെ ഖൽബുകളിൽ നിന്ന് ആ ഒരു പരിഭ്രമം നീങ്ങിക്കഴിഞ്ഞാൽ, ഫുസിഅ എന്ന് പറഞ്ഞാൽ ഭയം, അങ്ങേയറ്റ ഭയം കാരണത്താൽ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, അത് നീങ്ങിക്കഴിഞ്ഞാൽ ഖാലു, അവർ പറയും, മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്. ഖാലുൽ ഹഖ്, അവർ തന്നെ പരസ്പരം പറയും, ഹഖാണ് പറഞ്ഞിട്ടുള്ളത്, സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. വഹുവൽ അലിയുൽ കബീർ, അള്ളാഹു അലിയാണ്. അലി എന്ന് പറഞ്ഞാൽ അത്യുന്നതനാണ്. കബീർ എന്ന് പറഞ്ഞാൽ വലിയവനാണ്. എല്ലാം കൊണ്ടും, നാമം കൊണ്ടും സിഫത്ത് കൊണ്ടും ദാത്ത് കൊണ്ടും എല്ലാം വലിയവനാണ് എന്നാണ്.
ഈ ആയത്ത് പറയുന്ന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലക്കുകളെ സംബന്ധിച്ചിട്ടാണ്. അഥവാ മലക്കുകളുടെ ആകാശലോകത്ത് മലക്കുകൾ എത്രത്തോളം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ആകാശലോകത്ത് ഒട്ടകമെല്ലാം ഭാരം കയറിയാൽ, ഭാരം താങ്ങാനാവുന്നതിനേക്കാൾ അപ്പുറത്തായാൽ ഒന്ന് അമർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു ശബ്ദമുണ്ടാകും. അതുപോലുള്ള ശബ്ദം ആകാശലോകത്തുണ്ടാകുന്നു. കാരണം ആകാശലോകത്ത് ഒരു കൈപ്പത്തി വെക്കാൻ സ്ഥലമില്ല, അവിടെ ഒരു മലക്ക് നെറ്റിവെച്ച് സുജൂദിലായിക്കൊണ്ടല്ലാതെ. അപ്പൊ അത്രയും വിശാലമായ ആകാശലോകത്ത് അത്രയധികം എണ്ണത്തിൽ മലക്കുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുണ്ട്. ആ ആകാശലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹിയായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയായിട്ട് അള്ളാഹു സംസാരിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കലാം എന്നുള്ളത്, അള്ളാഹുവിന്റെ സംസാരം എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണമാണ്, അള്ളാഹുവിന്റെ സിഫത്താണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൽപ്പിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ മലക്കുകൾ ആ സംസാരത്തിന് കൊടുക്കുന്ന ഗാംഭീര്യത്താലും അതിനോടുള്ള ഭയം കാരണത്താലും അവർക്ക് ആ ബോധം നഷ്ടപ്പെടുമാറ് ഒരു പരിഭ്രമം അവരുടെ ഇടയിൽ ഉണ്ടാകും. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയോ സംസാരമോ കഴിഞ്ഞ് ആ പരിഭ്രമം നീങ്ങി കുറച്ചു കഴിഞ്ഞാൽ മലക്കുകൾ പരസ്പരം ചോദിക്കും, എന്താണ് നിങ്ങൾ റബ്ബ് പറഞ്ഞത്, എന്താണ് റബ്ബ് പറഞ്ഞത്? അവർ തന്നെ മറുപടി പറയും, ഖാലുൽ ഹഖ്, ഹഖായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തും, അൽ അലിയുൽ കബീർ എന്നെല്ലാം പറഞ്ഞ് അള്ളാഹുവിനെ വാഴ്ത്തും. ഈ ആയത്ത് ഇവിടെ കൊടുക്കാനുള്ള കാരണം, അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുടെ മുമ്പിൽ, ഒരു സംസാരത്തിന്റെ മുമ്പിൽ സൃഷ്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന വളരെയധികം സ്ഥാനവും ശക്തിയും കഴിവുമുള്ള സൃഷ്ടികളാണ് മലക്കുകൾ. ആ മലക്കുകൾ പോലും ഭയപ്പെട്ടു പോകുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ ഇരിക്കെ അള്ളാഹുവിന് പുറമെ മറ്റ് മലക്കുകൾക്ക് കീഴെ പലതിനെയും ആരാധിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞു, മരണപ്പെട്ടു പോയവരെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. കല്ലിനെ, മരത്തിനെ, ഏത് തരത്തിലാണെങ്കിലും അവരൊക്കെ അതിനെങ്ങനെയാണ് അർഹനാവുക? അതിനേക്കാളെല്ലാം അത്യുന്നതനും അവമത്തുള്ളവനും അലിയും കബീറുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളത്. അതല്ലാതെ ഒരു സൃഷ്ടിക്കും അവരെത്രത്തോളം കഴിവുള്ളവനായാലും എത്രത്തോളം ശക്തിയുള്ളവനായാലും അള്ളാഹുവിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ദുർബലനും ഏറ്റവും ദരിദ്രനുമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കാനാണ് ഈ ഒരു ആയത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേ ആശയത്തിലുള്ള മറ്റൊരു ഹദീസാണ് അടുത്തത്. ഫി സഹീഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖവല്ലാഹു അൽ അംറ ഫിസ് സമാഇ, ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന നടപ്പിലാക്കിയാൽ, ഒരു കാര്യം കൽപ്പിച്ചാൽ, ഇന്നത് സംഭവിക്കട്ടെ അല്ലെങ്കിൽ ഇന്നത് നടക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ കൽപ്പന ഉണ്ടായാൽ, ضربت الملائكة بأجنحتها خضعانا لقوله, മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് അടിക്കും. മലക്കുകൾക്ക് ചിറകുകളുണ്ട് എന്ന് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ചിറകുകൾ കൊണ്ട് അവരടിക്കും. അത് ആ വാക്കിനോട്, അള്ളാഹുവിന്റെ കൽപ്പനയോട്, ആ വാക്കിനോടുള്ള വിധേയത്വം കാരണത്താൽ, താഴ്മ കാരണത്താൽ. കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാനിൻ യൻഫുദ്ഹും ദാലിക്, ആ ശബ്ദം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മിനുസമുള്ള ഒരു പാറക്കല്ലിൽ ചങ്ങല ഇട്ട് വലിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം എങ്ങനെയാണോ അതുപോലെയായിരിക്കും ആ ചിറകടയുടെ ശബ്ദമുണ്ടാവുക. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അങ്ങനെ അള്ളാഹുവിന്റെ ഈ കൽപ്പന കേൾക്കുന്ന സന്ദർഭത്തിൽ ആ മലക്കുകൾ പേടിച്ച് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലായി. അതിനുശേഷം അവരുടെ പരിഭ്രമവും ഭയപ്പാടുമെല്ലാം ആ കുറച്ചു നേരം കഴിഞ്ഞ് നീങ്ങിക്കഴിഞ്ഞാൽ, ഖാലു, അവർ പറയും, മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? ഖാലു, അപ്പോൾ അവർ തന്നെ പരസ്പരം മറുപടി പറയും, അൽ ഹഖ വഹുവൽ അലിയുൽ കബീർ, ഹഖാണ് പറഞ്ഞിട്ടുള്ളത്, അവൻ അലിയാണ്, കബീറാണ്. ഫയസ്മഉഹാ മുസ്തരിഖുസ് സമഅ്, അങ്ങനെ അള്ളാഹു ആകാശലോകത്ത് നടത്തിയിട്ടുള്ള കൽപ്പന, മലക്കുകൾ അതിനെ പറഞ്ഞിട്ടുള്ളത്, ആകാശത്ത് നിന്ന് കട്ട് കേൾക്കുന്ന ജിന്നുകൾ അത് കേൾക്കാനിടയാകും. ആകാശത്ത് നിന്ന് പിശാചുക്കളിൽപ്പെട്ട, ശൈത്താനുകളിൽപ്പെട്ട ജിന്നുകൾ ആകാശലോകത്തെ സംസാരങ്ങൾ, ആകാശലോകത്ത് അടിമകളുടെ വിഷയത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അത് കട്ട് കേൾക്കാൻ വേണ്ടി പോകും. അങ്ങനെ കേൾക്കുന്ന ജിന്നുകൾ അത് കട്ട് കേൾക്കാൻ നോക്കും. ഇനി അതിനെപ്പറ്റി പറയാണ്, ഇത് ഹദീസിന്റെ ഭാഗമല്ല, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുസ്തരിഖുസ് സമഇ
هكذا بعضه فوق بعض وصفه سفيان بكفه فحرفها وبدد بين أصابعه. സുഫിയാൻ ബിൻ ഉയൈന ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരിൽ ഒരാളാണ്. അദ്ദേഹം പറയാണ്, ഈ കട്ട് കേൾക്കുന്ന ഈ പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വിരലുകൾ ഇങ്ങനെ വെക്കുന്നത് പോലെ അവരട്ടി അട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാകും. ഒരാളിന്റെ മേലെ മറ്റേയാൾ അങ്ങനെ ഉണ്ടാവും. അവ മേലെയുള്ള ആളാണ് ഈ ആകാശ ലോകത്ത് അള്ളാഹുവിന്റെ കൽപ്പനയും അത് മലക്കുകൾ ഏറ്റു പറയുന്നതുമെല്ലാം കട്ട് കേൾക്കുക. ഇന്നലെ ഹദീസിന്റെ വാക്കിൽ കാണാം, ഫയസ്മഉൽ കലിമത ഫയുൽഖീഹാ ഇലാ മൻ തഹ്തഹു. അങ്ങനെ ആകാശ ലോകത്ത് അടിമകളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിന്റെ കൽപ്പന വരികയോ തീരുമാനം വരികയോ മലക്കുകൾ അത് ഏറ്റു പറയുകയോ ചെയ്യുമ്പോൾ ആ സംസാരം കട്ട് കേൾക്കും. ഈ കട്ട് കേൾക്കുന്ന പിശാച് കേൾക്കും, ഏറ്റവും മേലെയുള്ളത്. പിന്നെ അതിന്റെ താഴെയുള്ള ആളുകൾക്ക് ഇങ്ങനെ അത് പറഞ്ഞു കൊടുക്കും, അത് എത്തിച്ചു കൊടുക്കും. ثم يلقيها الآخر إلى من تحته حتى يلقيها على لسان الساحر أو الكاهن فربما أدركه الشهاب قبل أن يلقيها. ആ കട്ട് കേൾക്കുന്ന ആ വാക്കുകൾ, ആ കാര്യങ്ങൾ, അടിമകളുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ ആ പിശാചുക്കൾ, ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ അവരെന്ത് ചെയ്യും? ഭൂമിയിലുള്ള സാഹിറന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കാഹിനന്മാരായിട്ടുള്ള, കാഹിൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും അതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും. ഭാവി പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം കാണാതെ പോയാൽ അത് എവിടെയാണെന്ന് പറഞ്ഞുതരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകൾ, ജ്യോത്സ്യന്മാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ പിശാചുക്കൾ ഇത് എത്തിച്ചു കൊടുക്കും. പക്ഷേ അത് എത്തിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ ആകാശത്ത് നിന്നുള്ള തീജ്വാലകൾ, ഇവർക്കെതിരെ തീജ്വാലകൾ എറിയപ്പെടും. ആ തീജ്വാലകൾ എറിയപ്പെടുകയും ആ ചങ്ങല മുറിഞ്ഞുപോയി അത് അടുത്ത ആളുകൾക്ക് എത്തുന്നത് തടയപ്പെടുന്ന അവസ്ഥയുണ്ടാവും. ചിലപ്പോൾ കേൾക്കും, ചിലത് നഷ്ടപ്പെടും, ചിലത് ലഭിക്കും, ചിലത് ഇല്ലാതാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. വറുബ്ബമാ അൽഖാഹ ഖബ്ല അൻ യുദ്രികഹു ഫയക്ദിബു മഅഹാ മിഅത കദ്ബത്തിൻ. അപ്പോൾ ചില സമയത്ത് ഈ തീജ്വാലകൾ കൊള്ളാതെ അത് വീണ്ടും ആ കാര്യം കേട്ടിട്ടുണ്ടാവും. ആകാശ ലോകത്ത് ഇന്ന അടിമയുടെ വിഷയത്തിൽ ഇന്ന കാര്യമാണ് നടക്കാൻ പോകുന്നത്, ഇന്ന കാര്യമാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് എന്ന് കട്ട് കേട്ടിട്ടുണ്ടാവും. അത് ഈ സാഹിറന്മാരുടെ അടുക്കൽ എത്തിക്കുകയും ജ്യോത്സ്യന്മാരുടെ അടുക്കൽ എത്തിക്കുകയും അവരതിനോടൊപ്പം 100 കളവുകൾ കൂട്ടിച്ചേർത്ത് അവരുടെ മുമ്പിലുള്ള ആളുകളുടെ അടുക്കൽ അത് പറയും. ഫയുഖാൽ, എന്നിട്ട് പറയപ്പെടും, അലൈസ ഖദ് ഖാല ലനാ യൗമ കദാ വകദാ കദാ വകദാ ഫയുസദ്ദിഖു ബിതിൽകൽ കലിമ അല്ലതി സുമിഅത് മിനസ് സമാ. അങ്ങനെ ഈ ആകാശത്ത് കേട്ടതിന്റെ ഒപ്പം കുറെ കൂട്ടിച്ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ആയിട്ട് കുറെ പറയും. അങ്ങനെ അതിനെ ചില ആളുകൾ സത്യപ്പെടുത്തുന്ന അവസ്ഥയും ഉണ്ടാകുമെന്നുള്ളത്. ഇതിൽ ഈ ഹദീസിൽ ഒന്ന് ബാബുമായി ബന്ധപ്പെട്ടുള്ളത് നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അതേ ആശയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ സംസാരം ഉണ്ടാകുമ്പോൾ അതിനോടുള്ള ഭയപ്പാട് കാരണത്താൽ മലക്കുകൾ അവർ ചിറകിട്ടടിച്ച് അവരുടെ പരിഭ്രമം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ അതേ ആശയം. രണ്ടാമത്തെ ഒരു കാര്യം ഈ ഹദീസിലുള്ളത്, നമ്മുടെ നാളുകളിൽ ധാരാളമായി കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് ജ്യോത്സ്യന്മാർ എന്നുള്ള നിലയ്ക്ക് ഭാവി പ്രവചിക്കുന്നവർ. അത് ഏത് മതത്തിലാണെങ്കിലും, ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ തങ്ങന്മാരെന്നും പറഞ്ഞിട്ടൊക്കെ ചില ആളുകൾ ഉണ്ടാകും. അവർ ചില കാര്യങ്ങൾ, ഓരോ ആളുകൾ എന്തെങ്കിലും കാര്യം എന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവിക്കും, അത് ഇങ്ങനെ സംഭവിക്കും. അത് എല്ലാ മതങ്ങളിലും വ്യത്യസ്ത പേരുകളിലായിട്ട് സാഹിറന്മാരും ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടാവും. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അവരെങ്ങനെയാണ് ഇത് അറിയുന്നത്, അവരെങ്ങനെയാണ് ഇത് പറയുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇങ്ങനെ കട്ട് കേൾക്കുന്ന ആകാശലോകത്ത് നടക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളും മലക്കുകൾ അത് ഏറ്റുപറയുന്നതും ആകാശലോകത്തേക്ക് കട്ട് കേൾക്കുന്ന പിശാചുക്കൾ അവരുടെ താഴെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ സ്വാധീനത്തിലുള്ള, അവർ പറഞ്ഞതനുസരിക്കുന്ന ഈ ജ്യോത്സ്യന്മാരും സാഹിറന്മാരുടെ അടുക്കൽ എത്തിക്കുകയും മറ്റുള്ള ആളുകൾക്ക് ഇവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് ഇത് ചെയ്തിരുന്ന ആളുകൾ, പലരും തൗബ ചെയ്ത് മടങ്ങിയിട്ടുള്ള ആളുകൾ നേരിട്ട് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ജ്യോത്സ്യന്മാരുടെ പണിയെടുത്തിട്ടുള്ള ആളുകൾ അവർ ഇങ്ങനെയാണ്, ഞങ്ങളെ ഇങ്ങനെ എത്തിച്ചു തരാറുണ്ട്, ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു തരാറുണ്ട് എന്ന് പറഞ്ഞതായി നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. പല ആളുകളുടെയും അവസ്ഥകളിൽ മുസ്ലിം അല്ലാത്ത ആളുകളിൽ നിന്ന് പോലും അങ്ങനെയുള്ള ചെയ്തിരുന്ന ആളുകൾ ആ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് മുഖേനയാണ് അവർക്ക് കേൾക്കുന്നത്. അവർ കേൾക്കുന്നതിന്റെ ഒപ്പം വേറെ 100 കളവുകൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് ആളുകളുടെ അടുക്കൽ അത് പറയുന്ന അവസ്ഥയാണ് ഈ ജ്യോത്സ്യന്മാരുടെയും ഈ സാഹിറന്മാരുടെയും അതുപോലെയുള്ള ആളുകളുടെ എല്ലാം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എല്ലാ കാലത്തും അവർക്ക് നിലനിന്ന് കിട്ടൂല.
ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിശാച് അതിൽ നിന്ന് അവരെ ഒഴിവാക്കുന്ന, അവർക്ക് പറഞ്ഞു കൊടുക്കാത്ത, കളവ് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. കുറെ കാലം ചിലപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള പറഞ്ഞു കൊടുക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കളവ് പറഞ്ഞു കൊടുക്കും, അവർ പറയുന്നത് തെറ്റാൻ തുടങ്ങും, അപ്പൊ ആളുകൾ ഇവർക്ക് എതിരാവും. അങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിന്റെ അവസ്ഥകൾ ഉണ്ടാകും. ഇങ്ങനെ കട്ട് കേൾക്കുന്നത് കുറഞ്ഞ സമയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായി ഖുർആൻ ഇറങ്ങിയിരുന്ന സമയം. ആ സമയത്ത് ഈ കട്ട് കേൾക്കുന്നതിൽ അവർക്ക് കേൾക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക തടസ്സം നിന്നൊരു അവസ്ഥ ഉണ്ടായിട്ടാണ് ജിന്നുകൾ ഇതിനെന്താ കാരണമെന്ന് അന്വേഷിച്ചിറങ്ങിയത്. അങ്ങനെയാണ് സൂറത്തുൽ ജിന്നിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കാനിടയായ സന്ദർഭമെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ജ്യോത്സ്യന്മാരുടെ എല്ലാം കാര്യത്തിന്റെ യാഥാർത്ഥ്യം. ഇതിനോടൊപ്പം സൂചിപ്പിക്കട്ടെ, ഇന്ന് നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ ഇന്ന് കാലത്ത് ഒരു പ്രത്യേക ആധുനിക പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മെന്റലിസം എന്നെല്ലാം പറഞ്ഞിട്ട്. ഒരാൾ അയാളുടെ ഉള്ളിൽ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം അത് എന്താണ് ഞാനെന്ന് പറയാം, അങ്ങനെയൊക്കെ ചില ആളുകൾ നിൽക്കുന്നത്. അതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? ഇതിന്റെ ഭാഗം തന്നെയാണ്. പിശാചുക്കൾ മുഖേനയുള്ള ചില കളികൾ മാത്രമാണ് അതിലൂടെ നടക്കുന്നത്. അതിലൂടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതല്ലാതെ അയാളുടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാണാൻ നിൽക്കണ്ട. പക്ഷെ ഈ മെന്റലിസം ചെയ്യുന്ന ആളുകൾ അവർക്ക് ഒരു സംശയത്തിൽ ഊഹത്തിലുമാണ് അവർ ആ കാര്യം ചെയ്യുക. അവർക്ക് ഉറപ്പായിട്ടല്ല അവർ ചെയ്യുക, ഒരു സംശയത്തിൽ ഊഹത്തിലുമാണ് ആ കാര്യം അവർ എത്തിച്ചേരുക. അത് ശരിയാവുമ്പോൾ അവർ ശരിയായി എന്ന് അവർ തന്നെ അറിയപ്പോഴാണ്. ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ളത് അവർക്ക് തന്നെ അത് ഉറപ്പാകുന്നത് ആ കാര്യം അവിടെ തെളിയുമ്പോഴാണ്. അവരൊരു സംശയത്തിൽ മാത്രമേ അവർക്കത് പറയാൻ സാധിക്കുള്ളൂ. ഒക്കെ ഇതുപോലെ പിശാചുക്കളുടെ ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ അവർക്ക് കൊടുക്കുന്ന ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. അടുത്ത ഹദീസ്, وعن النواس بن سمعان رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, إذا أراد الله تعالى أن يوحي بالأمر, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം വഹി നൽകാൻ വേണ്ടി അവന്റെ റസൂലുകൾക്ക്, അവന്റെ അടിമകളിൽ എത്തിക്കാൻ വേണ്ടി, കൽപ്പിക്കാൻ വേണ്ടി, വഹി നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ തകല്ലമ ബിൽ വഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഹി കൊണ്ട് സംസാരിക്കും. ആ വഹി എന്താണോ അത് അല്ലാഹു സംസാരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ് എന്നറിയിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളായിട്ടുള്ള ഹദീസുകളിൽപ്പെട്ട കാര്യങ്ങൾ കൂടിയാണത്. അള്ളാഹു സംസാരിച്ചതാണ് ഖുർആൻ എന്നുള്ളത്, അള്ളാഹുവിന്റെ സംസാരമാണത്. അള്ളാഹുവിന്റെ സംസാരത്തിന് ശബ്ദമുണ്ട്, അതിന് ലഫ്ളുണ്ട്. ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സംസാരമാണ്, അള്ളാഹു സംസാരിക്കും. അഖദത്തിസ് സമാവാതു മിൻഹു റജ്ഫത്തുൻ, ആ സംസാരം കാരണത്താൽ ആകാശലോകത്ത് ഒരു വിറവുള്ളുന്ന അവസ്ഥയുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമ്പോൾ ഈ ആകാശലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. ഇപ്പൊ ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെയും ഈ അല്ലാതെയുള്ള ഗ്രഹങ്ങളെ വെച്ച് നോക്കിയാൽ വളരെ നിസ്സാരമാണ്. അതിൽ മനുഷ്യർ താമസിക്കുന്നത് തന്നെ വളരെ കുറച്ച് സ്ഥലമാണ്. അതിനപ്പുറത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള 7 ആകാശങ്ങൾ, അതിലുള്ള ആ മലക്കുകൾ, ആ ആകാശലോകം അള്ളാഹുവിന്റെ ഒരു സംസാരം കൊണ്ട് വിറകൊള്ളും. ഔ ഖാല റഅദത്തുൻ ശദീദത്തുൻ ഖൗഫൻ മിനല്ലാഹ്, അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ വളരെ കഠിനമായിട്ടുള്ള ഒരു ഇടിവെട്ടുന്നത് പോലെ ഭയപ്പാടുണ്ടാവും ആകാശലോകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ. ഫൈദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാത് സഇഖു ഔ ഖറു സുജ്ജദൻ, അങ്ങനെ ഈ അള്ളാഹു സംസാരിച്ച് ആകാശലോകത്ത് ഈ വിറ കൊണ്ട് ഈ ഭയപ്പാടുണ്ടാവുന്ന സമയത്ത് അത് ആകാശലോകത്തെ മലക്കുകൾ കേട്ടുകഴിഞ്ഞാൽ അവർ ബോധം നഷ്ടപ്പെട്ട് വീഴുകയോ അല്ലെങ്കിൽ സുജൂദിലായിക്കൊണ്ട് അവർ വീഴുന്ന അവസ്ഥയുണ്ടാവും. മലക്കുകൾ അള്ളാഹുവിന്റെ ഒരു സംസാരമുണ്ടായാൽ സുജൂദിലായിക്കൊണ്ട് വീഴും. ഫയകൂനു അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രീൽ, അതിൽ നിന്ന് ആദ്യമായി തല ഉയർത്തുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരിക്കും. ഫയുകല്ലിമുഹു അല്ലാഹു മിൻ വഹ്യിഹി ബിമാ അറാദ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വഹിയിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് സംസാരിക്കും. ثم يمر جبريل على الملائكة كلما مر بسماء, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം 7 ആകാശത്തിന് മുകളിൽ നിന്ന് ഈ വഹിയുമായിട്ട് മലക്കുകൾക്കിടയിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ആകാശം കടന്നു വരുമ്പോഴും സഅലഹു മലായികതുഹാ മാദാ ഖാല റബ്ബുനാ യാ ജിബ്രീൽ, മലക്കുകൾ ചോദിക്കും നമ്മുടെ റബ്ബ് എന്താണ് പറഞ്ഞത് ജിബ്രീൽ, നമ്മുടെ റബ്ബ് എന്താണ് പറഞ്ഞത് ജിബ്രീൽ എന്ന് മലക്കുകൾ ചോദിക്കും. ഫയഖൂലു ജിബ്രീലു, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയും ഖാലൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ, അല്ലാഹു ഹഖാണ് പറഞ്ഞിട്ടുള്ളത്, സത്യമാണ് പറഞ്ഞിട്ടുള്ളത്, അവൻ അലിയാണ്, അത്യുന്നതനാണ്, കബീറാണ്, വലിയവനാണ്.
ഫയഖൂലൂൻ, അപ്പോൾ മലക്കുകളും പറയും കുല്ലുഹും മിസ്ല മാ ഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എന്താണോ പറഞ്ഞത് അതേ വാക്ക് മലക്കുകളെല്ലാം തിരിച്ചു പറയും. അഥവാ ഖാലൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ എന്നുള്ള വാക്ക് പറയും. ഫയൻതഹി ജിബ്രീലു ബിൽ വഹി ഇലാ ഹൈസു അമറഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ വഹി എത്തിക്കാൻ പറഞ്ഞത് ആ വഹിയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആരുടെ അടുക്കലേക്കാണ് എത്തിക്കാൻ പറഞ്ഞത് അവിടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എത്തിക്കും. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അത് എത്തിക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഹദീസ് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ മലക്കുകൾ പോലും അള്ളാഹുവിന്റെ ഒരു സംസാരത്തിന് മുമ്പിൽ, ഒരു വഹീന് മുമ്പിൽ ആകാശലോകം മുഴുവൻ ഭയപ്പെടുകയാണ്. ആകാശലോകം മുഴുവൻ ഭയപ്പെടുകയാണ്. അവർ ഭയം കാരണത്താൽ ബോധം നഷ്ടപ്പെട്ട് വീഴുകയോ സുജൂദിലായി വീഴുകയോ ചെയ്യുകയാണ്. എങ്ങനെയാണ് അള്ളാഹുവിന് പുറമെ വലിയായിട്ടുള്ള ആളാവട്ടെ, റസൂലായിട്ടുള്ള ആളാവട്ടെ, മലക്കാവട്ടെ, എത്ര ഉന്നതമായ സ്ഥാനത്തുള്ള ആളാവട്ടെ, എങ്ങനെയാണ് നമ്മുടെ ഒരു കാര്യത്തിന് നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഉപകാരം വരുത്താൻ, നമുക്കൊരു ഉപദ്രവം തടയാൻ ഈ മറ്റുള്ള ഏത് സൃഷ്ടിക്കാണ് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം ഇത്രത്തോളം വലുതാണെങ്കിൽ മറ്റേത് സൃഷ്ടിക്കാണ് അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യത്തിന്റെ മേലെ നമ്മെ സഹായിക്കാൻ കഴിയുക? അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ള, നമുക്ക് ദോഷമായി തോന്നുന്ന ഒരു കാര്യം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേറെ ഏത് സൃഷ്ടിക്കാണ് സാധിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാടുകളിൽ ഇപ്പോൾ CM മടവൂരിനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരാണ് ഭൂമിയുടെ നിയന്ത്രണം, അല്ലെങ്കിൽ അവരാണ് കാര്യങ്ങളുടെ നിയന്ത്രണം, അവരെ വിളിച്ച് തേടിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവരെന്ത് അളമത്താണ് നൽകുന്നത്, എന്ത് മഹാത്മ്യം അല്ലെങ്കിൽ എന്ത് മഹത്വമാണ് അള്ളാഹുവിനെ അവർ കൽപ്പിക്കുന്നത്, അള്ളാഹുവിനെ അവർ നൽകുന്നത്, അള്ളാഹുവിനെ അവർ കണക്കാക്കുന്നത്? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ശിർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ കിതാബിലെ അവസാനത്തെ ബാബതാണ്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കുന്നില്ല എന്നത്. അപ്പോ റസൂലിനെ വിളിച്ചു തേടിയാൽ പോലും റസൂലിന് യാതൊരു വിധത്തിലും നമ്മെ സഹായിക്കാൻ സാധിക്കില്ല. മലക്കുകളെ വിളിച്ചു തേടിയാൽ പോലും മലക്കുകൾ പോലും അള്ളാഹുവിന് മുമ്പിൽ ഇങ്ങനെ ഭയപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും ഇബാദത്തിന് അർഹനായിട്ടുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ ശിർക്കിന്റെ നിരർത്ഥകത അറിയിക്കാനാണ് ഈ ആയത്തുകളും ഹദീസുകളും ഈ ബാബിലായി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഇനി ബാബിന്റെ ഷർഹിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖൗലുസ് സദീദ് എന്നുള്ള കിതാബിൽ അഥവാ ഇതിന്റെ ഷർഹിൽ പറയുന്ന വാചകം വായിക്കാം. ബാബു ഖൗലില്ലാഹി തആല ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം. ഈ പറഞ്ഞ ബാബ് അതുമായി ബന്ധപ്പെട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, وهذا أيضا برهان عظيم آخر على وجوب التوحيد وبطلان الشرك. ഈ ബാബും അഥവാ കഴിഞ്ഞ ബാബു പോലെ തന്നെ ഈ ബാബും തൗഹീദ് നിർബന്ധമാണ് എന്നുള്ളതും അഥവാ അള്ളാഹുവാണ് ഇബാദത്തിന് അർഹൻ എന്നുള്ളതും അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നുള്ളതിനെയും ശിർക്കിന്റെ നിരർത്ഥകതയും അറിയിക്കുന്ന മറ്റൊരു വ്യക്തമായ തെളിവാണ്. وهو ذكر النصوص الدالة على كبرياء الرب وعظمته التي تتضاءل وتضمحل عندها عظمة المخلوقات العظيمة. അതെന്താണ് ഈ ബാബിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇതിൽ അറിയിക്കുന്ന നസ്സുകൾ, പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വത്തെയും അള്ളാഹുവിന്റെ ഉന്നതിയെയും അറിയിക്കുന്നതാണ്. കാരണം ആ ഉന്നതി എന്നുള്ളത് അത് കാരണത്താൽ സൃഷ്ടികൾക്ക് എത്രത്തോളം കഴിവുണ്ടെങ്കിലും സ്ഥാനമുണ്ടെങ്കിലും അതെല്ലാം ഒന്നുമല്ല അള്ളാഹുവിന് മുമ്പിൽ എന്നറിയിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളും നമ്മളിപ്പോൾ വായിച്ചത്. മലക്കുകൾ അള്ളാഹുവിന് മുമ്പിൽ അങ്ങേയറ്റം താഴ്മ കാണിക്കുന്ന, ഹുബൂ കാണിക്കുന്നവരാണ്. ആകാശലോകത്തുള്ളവരാവട്ടെ താഴെയുള്ളവരാവട്ടെ. ولا تثبت أفئدتهم عندما يسمعون كلامه أو تتبدى لهم بعض عظمته ومجده. അവർ അള്ളാഹുവിന്റെ ആ കൽപ്പന ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ സംസാരം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല. അള്ളാഹുവിന്റെ മഹത്വം കാരണത്താൽ അവർ അങ്ങേയറ്റം താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. ഫൽമഖ്ലൂഖാതു ബിഅസ്രിഹാ ഖാദിഅത്തുൻ ലിജലാലിഹി മുഅ്തരിഫത്തുൻ ബിഅദമതിഹി വമജ്ദിഹി ഖാദിഅത്തുൻ ലഹു ഖായിഫത്തുൻ മിൻഹു. സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം, സൃഷ്ടികൾ മുഴുവനും
അള്ളാഹുവിന് മുമ്പിൽ അങ്ങേയറ്റം താഴ്മ കാണിക്കുന്ന അള്ളാഹുവിന്റെ മഹത്വത്തിന് മുമ്പിൽ, അതുപോലെ അള്ളാഹുവിന്റെ ആ മജ്ദിനെ, ആ സ്ഥാനത്തെ അംഗീകരിക്കുന്ന, അതിനുമ്പിൽ കീഴൊതുങ്ങുന്ന, ഭയപ്പെടുന്ന ആളുകളാണ്. ഫമൻ കാന ഹാദാ ശഅനഹു ഫഹുവ റബ്ബുൽ ലദീ ലാ യസ്തഹിഖുൽ ഇബാദത വൽ ഹംദ വസ്സനാ വശുക്ര വത്തഅലീമ വത്തഅല്ലുഹ ഇല്ലാഹു. അപ്പോൾ അള്ളാഹുവിന്റെ അവസ്ഥ എങ്ങനെയാണെന്നിരിക്കെ, അഥവാ ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം അള്ളാഹുവിന് മുമ്പിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നിരിക്കെ അവനാണ് ഇബാദത്തിന് അർഹൻ, അവനാണ് ഹംദ് ചെയ്യപ്പെടാൻ, സ്തുതിക്കപ്പെടാൻ അർഹൻ, പുകഴ്ത്തപ്പെടാൻ അർഹൻ, നന്ദി കാണിക്കപ്പെടാൻ അർഹൻ, മഹത്വപ്പെടുത്താൻ അർഹൻ. അവൻ മാത്രമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളത്, അവനല്ലാതെ ഒരാളുമില്ല. വമൻ സിവാഹു ലൈസ ലഹു മിൻ ഹാദിൽ ഹഖ് ഷൈഉൻ. അള്ളാഹുവിന് പുറമെ മറ്റൊരാൾക്കും ഈ അവകാശത്തിൽ നിന്ന് ഒന്നിനും അവകാശമില്ല. فكما أن الكمال المطلق والكبرياء والعظمة പൂർണ്ണമായിട്ടുള്ള ആ സ്ഥാനവും മഹത്വവും പ്രതാപവും എല്ലാം ونعوت الجلال والجمال المطلق كلها لله لا يمكن أن يتصف به غيره. അള്ളാഹ് പൂർണ്ണമായിട്ടുള്ള മഹത്വം, സൗന്ദര്യം, എല്ലാവിധത്തിലുള്ള ആ പൂർണ്ണത അള്ളാഹുവിന് മാത്രമാണ്, വേറൊരാൾക്കും ആ വിശേഷം നൽകാൻ സാധിക്കില്ല. فكذلك العبودية الظاهرة والباطنة كلها حقه تعالى الخاص الذي لا يشاركه فيه مشارك بوجهه. അതുപോലെ തന്നെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള എല്ലാ ഉബൂദിയത്തും അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകമായിട്ടുള്ള അവകാശമാണ്. അതിൽ ഒരാളും ഒരു തരത്തിലും പങ്കുകാരനായി ഉണ്ടാവുക തന്നെയില്ല എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാം. അപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ട ആൾ ഒരിക്കലും അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ പങ്കു ചേർക്കാൻ, മറ്റൊരാളെ ഇബാദത്ത് ചെയ്യാൻ, മറ്റൊരാളോട് ദുആ ചെയ്യാൻ, മറ്റൊരു സൃഷ്ടിയാവട്ടെ, വസ്തുവാവട്ടെ, എന്ത് മനുഷ്യനാവട്ടെ അല്ലാത്തതാവട്ടെ, ഒന്നിന്റെയും മുമ്പിലും സുജൂദ് ചെയ്യാൻ, അത് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഈ അളമത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരിതിൽ പോയി അകപ്പെടുന്നത്. അടുത്ത ബാബ്, അശ്ശഫാഅ, ശുപാർശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അശ്ശഫാഅ, ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ ശുപാർശ. നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒരാൾ, ഒരു രാജാവ് എന്ന് വിചാരിക്കുക. ആ രാജാവിന്റെ അടുക്കൽ താഴ്ന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ആ രാജാവിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ, അവന്റെ എന്തെങ്കിലും കാര്യത്തിൽ അവന്റെ മേലൊരു വധശിക്ഷ തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒഴിവായി കിട്ടാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി രാജാവിന്റെ അടുക്കൽ സ്ഥാനമുള്ള എന്നാൽ ഇവന് പരിചയവുമുള്ള ഒരാളുടെ അടുക്കൽ പോയി പറയുകയും അങ്ങനെ രാജാവിന്റെ ആ തീരുമാനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിനാണ് ശുപാർശ എന്ന് പറയുക. അപ്പോൾ ഒരു മന്ത്രി മുഖേനയെല്ലാം ചെയ്യുന്നതിന് അതിനാണ് ശുപാർശ എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ശുപാർശയുടെ കാര്യം പ്രത്യേകമായി കൊടുക്കാനുള്ള കാരണം? അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുശ്രിക്കീങ്ങൾ, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, ഖുർആൻ ഇറക്കപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ അറിയാം. ഏതൊക്കെ രീതിയിൽ അറിയാം? അവരുടെ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. അവർക്ക് റിസ്ക് നൽകുന്നത് അള്ളാഹു ആണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് മുഖേന ചെടി മുളപ്പിക്കുന്നത് അള്ളാഹു ആണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. അവരെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അള്ളാഹു ആണെന്ന് അവർക്കറിയാം, അവർക്കറിയാം. പിന്നെ അവർ അള്ളാഹുവിന് പുറമെ മറ്റുള്ള ലാത്തയാവട്ടെ, ഉസ്സയാവട്ടെ, മനാത്തയാവട്ടെ, അങ്ങനെയുള്ള മറ്റുള്ള ഇലാഹുകളെ സ്വീകരിക്കാൻ അവർ പറഞ്ഞിരുന്ന ന്യായീകരണങ്ങൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി, ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന് പുറമെ ഈ ആളുകളെ, ആരെയാണോ, വലിയ ആവട്ടെ, നബിയാവട്ടെ, റസൂലാവട്ടെ, മലക്കാവട്ടെ, ആരെയാവട്ടെ, അവരെ വിളിച്ച് തേടുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം അവർ പറഞ്ഞിരുന്നത്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരാണ്, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളാണ് എന്നാണ് അവർ രണ്ടാമതായി പറഞ്ഞിരുന്ന ഒരു ന്യായം. ഈ രണ്ട് കാരണങ്ങളാണ് പറയാറുള്ളത്. ഇവിടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അവർ അള്ളാഹുവിന്റെ വലിയകളാണ് എന്ന് പറഞ്ഞ് ഔലിയാക്കളെ സ്വീകരിക്കും. ഇന്ന ആള് അള്ളാഹുവിന്റെ വലിയാണ്, അത് മുഖേന ആ വലിയനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മുഖേന അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായിട്ടുള്ള സ്ഥാനം ഞങ്ങൾക്ക് കിട്ടും എന്നവർ വിശ്വസിച്ചിരുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വലിയ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ വലിയുണ്ട്. ഒന്ന്
അൽ വലിയുൻ നാസിറുണ്ട്, അൽ വലിയുൽ മൻസൂറുമുണ്ട്. അതായത് സഹായിക്കുന്ന വലിയുമുണ്ട്, സഹായിക്കപ്പെടുന്ന വലിയുണ്ട്. അള്ളാഹുവിന് വലിയുണ്ടോ ഔലിയാക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്, അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്. അത് അള്ളാഹു തആല ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. അത് എങ്ങനെയുള്ള ഔലിയാക്കളാണ്? അൽ വലിയുൻ നാസിർ, അൽ വലിയുൽ മൻസൂർ, സഹായിക്കപ്പെടുന്ന വലിയകൾ, അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കുന്ന വലിയകൾ. എന്നാൽ ഈ ശിർക്കിന്റെ ആളുകൾ അള്ളാഹുവിന്റെ വലി എന്ന് പറയുമ്പോൾ അവർ പറയുന്ന അർത്ഥം അൽ വലിയുൻ നാസിർ എന്നാണ്, അഥവാ സഹായിക്കാൻ കഴിവുള്ള ഔലിയാക്കൾ, അള്ളാഹുവിനെ പുറമെ സഹായിക്കാൻ കഴിവുള്ള വലിയകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള വലിയകളെ അവർ സ്വീകരിച്ചിരുന്നത് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടാനാണ്. രണ്ടാമത്തെ ഇനമാണ് ശുപാർശകരെ സ്വീകരിക്കുക എന്നുള്ളത്. അഥവാ ഇതുപോലെയുള്ള സ്ഥാനമുള്ള മലക്കോ റസൂലോ അല്ലെങ്കിൽ വലിയകളോ സ്വാലിഹീങ്ങളോ ഇവരെല്ലാം അള്ളാഹുലേക്ക് ഞങ്ങളെ ശുപാർശ ചെയ്യും, ശുപാർശകരാണ് എന്ന് പറയാം. അതായത് അവരുടെ പാപങ്ങൾ, അവർക്ക് സംഭവിച്ചിട്ടുള്ള കുറവുകൾ, അവരുടെ തിന്മകൾ, ഇതിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കി തരാൻ അള്ളാഹുവിനോട് പറയാനുള്ള ആളുകളാണ് ഈ ശുപാർശകർ എന്ന് അവർ പറഞ്ഞിരുന്നു. ഈ ശുഫാക്കൾ എന്നവർ വിശ്വസിച്ചിരുന്നു, അതിന്റെ പേരിൽ ശിർക്കും ചെയ്തിരുന്നു. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശുപാർശ എന്നുള്ളതും എന്താണ് ആ ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുമാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്നത് ഈ ബാബു വായിക്കാൻ വളരെ ഉപകരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുപാർശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷഫാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാളുകളാണ് ഒരു ശുപാർശ എന്നുള്ള കാര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടത്. ഒന്ന് മശ്ഫൂഉൻ ഇൻദഹു, ആരുടെ അടുക്കലാണോ ശുപാർശ ചെയ്യപ്പെടുന്നത് അവനാണ് മശ്ഫൂഉൻ ഇൻദഹു. ഇപ്പൊ നമ്മൾ വിചാരിക്കുക, ഒരു രാജാവ്, ആ രാജാവിന്റെ അടുക്കൽ സാധാരണക്കാരനായ ഒരാൾ ഒരു മന്ത്രി മുഖേന ശുപാർശ ചെയ്യുകയാണ്, ശുപാർശ ചെയ്യിപ്പിക്കുകയാണ്, മന്ത്രിയാണ് ശുപാർശകൻ. അപ്പോ ആരുടെ അടുക്കലാണോ ശുപാർശ? രാജാവിന്റെ അടുക്കൽ, അവനാണ് മശ്ഫൂഉൻ ഇൻദഹു എന്ന് പറയുന്നത്, മശ്ഫൂഉൻ ഇൻദഹു എന്ന് പറയുന്നത്. ഇനി ആർക്ക് വേണ്ടിയാണോ ശുപാർശ നടത്തപ്പെടുന്നത്, അതായത് സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി, അവനെയാണ് മശ്ഫൂഉൻ ലഹു എന്ന് പറയുന്നത്, മശ്ഫൂഉൻ ലഹു എന്ന് പറയുന്നത്. ആരാണോ ശുപാർശകനായിട്ടുള്ളത് അവനെയാണ് അശ്ശഫീഉ എന്നോ ശാഫിഉ എന്നോ പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രാജാവ്, മന്ത്രി, ഒരു സാധാരണ പ്രജ എന്ന് മനസ്സിലാക്കിയാൽ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് മശ്ഫൂഉൻ ലഹു, ശുപാർശകനായിട്ടുള്ള മന്ത്രിയാണ് അശ്ശഫീഉ, രാജാവാണ് മശ്ഫൂഉൻ ഇൻദഹു എന്ന് പറയുന്നത്. ഇവിടെ ഖുർആനിൽ തന്നെ ആയത്തുകളിൽ രണ്ട് രീതിയിൽ ഷഫാഅത്തിനെ പറ്റി പറയുന്നുണ്ട്. ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ ഷഫാഅ വലാ ഷഫീഉൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷഫാഅത്ത് ഇല്ല പരലോകത്ത്, ഒരു ശുപാർശകൻ ഇല്ല പരലോകത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുപാർശകനുണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമുള്ള ശുപാർശയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ശുപാർശയെ രണ്ടിനമായി പറഞ്ഞിട്ടുള്ളത്. മുസ്ബത്തത്തായിട്ടുള്ള അശ്ശഫാഅത്തുൽ മുസ്ബത്ത, അതുപോലെ അശ്ശഫാഅത്തുൽ മൻഫിയ, സ്ഥിരപ്പെട്ടിട്ടുള്ള ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ശുപാർശയും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ശുപാർശയും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം നമുക്ക് ഭൗതികമായിട്ട് ദുനിയാവിൽ നടക്കുന്ന ശുപാർശ പറയാം. മശ്ഫൂഉൻ ലഹു, മശ്ഫൂഉൻ ഇൻദഹുവിന്റെ അടുക്കൽ ഷഫീഉ മുഖേന നടത്തുന്ന കാര്യം. അപ്പൊ മശ്ഫൂഉൻ ഇൻദഹു, രാജാവ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഒരു കാര്യം ഈ അടിമയുടെ മേലെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ അടിമ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അവനെ 10 വർഷത്തിന് ഒരു ജയിലിൽ അടക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പൊ ഈ അടിമ ഈ മന്ത്രി മുഖേന അതിലൊരു കുറവ് കിട്ടാൻ വേണ്ടി, ഒരു ഇളവ് വരുത്താൻ വേണ്ടി, മന്ത്രി ഇയാൾക്ക് അറിയുന്ന ആളാണ്, അപ്പൊ മന്ത്രിയോട് പോയി പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് രാജാവിന്റെ ശുപാർശ ചെയ്യണം, രാജാവിന്റെ ആ തീരുമാനം ഒന്ന് മാറ്റിക്കിട്ടാൻ. അങ്ങനെ ഈ മന്ത്രി രാജാവിന്റെ അടുക്കൽ, മന്ത്രിക്ക് പ്രത്യേക സ്ഥാനം ഉണ്ടാവും, ആ രാജാവിന്റെ അടുക്കൽ പോയിട്ട് പ്രത്യേകം പറയുകയും ആ മന്ത്രിക്കുള്ള സ്വാധീനം കൊണ്ട് രാജാവ് തീരുമാനം മാറ്റി ഈ മശ്ഫൂഉൻ ലഹുവിന്റെ ഇളവ് കൊടുക്കുന്നു. ഇതാണ് ദുനിയാവിൽ നടക്കുന്ന ശുപാർശ. ഈ ശിർക്കിന്റെ ആളുകൾ വിചാരിക്കുന്നത് ഇതുപോലെയാണ് പരലോകത്തുണ്ടാവുക എന്നാണ്, ഇതുപോലെയാണ് പരലോകത്തുണ്ടാവുക എന്ന്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചു. ഒരു അടിമയെ സംബന്ധിച്ച് ആ അടിമ നരകത്ത് പോകാൻ തീരുമാനിച്ചു വിചാരിക്കുക അല്ലാഹു തആല. അപ്പോ ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ അള്ളാഹുവിന്റെ ഒരു വലിയനോട് കുറെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്നൊക്കെ, അല്ലെങ്കിൽ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇവന്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഈ വലിയ റസൂലോ വന്നിട്ട് അള്ളാഹുവിനോട് പറയും, ഇവൻ ഇങ്ങനെ നല്ലൊരാളാണ്, പാവാണ്, അതുകൊണ്ട് എന്റെ ഒരു കെയർ ഓഫിൽ നിങ്ങൾ തീരുമാനം ഒന്ന് മാറ്റണം, അള്ളാഹ് തീരുമാനം ഒന്ന് മാറ്റണം എന്ന് പറയും. അങ്ങനെ അള്ളാഹു തആല ഇയാൾ പറഞ്ഞത് കേട്ടിട്ട് അള്ളാഹ് തീരുമാനം മാറ്റിയിട്ട് ഇവനെ ഇത് കൊടുക്കും. ഇതാണ് ശിർക്കിന്റെ ആളുകൾ വിചാരിക്കുന്നത്. അവർ ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമായിട്ടാണ് ശുപാർശ വിചാരിക്കുന്നത്. ഇതിലുള്ള അപകടം എന്തെന്ന് പറഞ്ഞാല് ഇതുപോലെയല്ല പരലോകത്തെ ശുപാർശ. ഈ ശുപാർശ പോലെയാണ് പരലോകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹു തആല നിഷേധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ശുപാർശ ഇല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിലുള്ള അപകടം, ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? ഒരു സൃഷ്ടി അള്ളാഹു തീരുമാനിച്ച തീരുമാനത്തിൽ മാറ്റം വരുത്താൻ കഴിയും ആ സൃഷ്ടിക്ക് എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ അടിമയുടെ മേലെ അള്ളാഹു ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അയാൾ ശുപാർശ ചോദിച്ച റസൂലോ മലക്കോ നബിയോ ആരോ ആവട്ടെ, വലിയോ ആരോ ആവട്ടെ, ആ വലിയ മുഖേന ആ വലിയ പറഞ്ഞാൽ അള്ളാഹു എന്റെ മേലെ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ മാറ്റം വരുത്തും എന്നുള്ള വിശ്വാസം എന്ത് വലിയ അപകടമാണ്. അള്ളാഹുവിന്റെ തീരുമാനം മാറ്റം ഏതെങ്കിലും സൃഷ്ടിക്ക് പറ്റുമോ? പറ്റൂല. അങ്ങനെ പറ്റണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം വെറുത്തിരുന്ന, ശപിക്കണമേ, ശാപമുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും അള്ളാഹു ആ കൂട്ടർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് ലഭിക്കണമേ എന്ന് ഏറ്റവും ആഗ്രഹിച്ച അടുത്ത ബാബ് അതാണ്, അബൂ താലിബിന്റെ വിഷയമാണ്. അള്ളാഹു തആല എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ തീരുമാനം മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ദുനിയാവിൽ നടക്കുന്ന ഒരു ശുപാർശ പരലോകത്തില്ല. എന്നാൽ പരലോകത്തുണ്ട് എന്ന് പറഞ്ഞ ശുപാർശ എന്താണ്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുള്ള, അള്ളാഹു അനുവാദം നൽകുന്ന ശുപാർശകന്മാരുണ്ടാകും. അവർക്ക് അള്ളാഹു തആല മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആദരവ് നൽകാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ഒരു ആദരവ് നൽകാൻ വേണ്ടി അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ശുപാർശ നടത്തിക്കോളാൻ പറയും. ആ ശുപാർശ നടത്തപ്പെടുന്ന മശ്ഫൂൻ ലഹു ആരായിരിക്കണം? അള്ളാഹു തൃപ്തിപ്പെട്ടവരായിരിക്കണം, അള്ളാഹു അനുവാദം നൽകിയവരായിരിക്കണം. അപ്പൊ ഈ ആളുകൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്ഥാനം കൊടുത്തിട്ട് നീ ശുപാർശ ചെയ്തോ എന്ന് പറയുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, അനുവാദം കൊടുത്ത ആളുകൾക്ക് ഇവർ മുഖേന ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കും. അങ്ങനെ ഈ ശുപാർശകന്മാരെ, ഈ ഷഫീഇനെ അള്ളാഹു ആളുകളുടെ മുമ്പിൽ ആദരിക്കും, ഒരാദരവ് നൽകും. ഇതാണ് യഥാർത്ഥത്തിൽ പരലോകത്തിൽ ഉണ്ടാകുന്ന ശുപാർശ. അതല്ലാതെ ശുപാർശകന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും തന്നെ ചെയ്യാൻ പരലോകത്ത് സാധിക്കില്ല. ഒരിക്കലും അള്ളാഹുവിന്റെ തീരുമാനം ഒരു സൃഷ്ടിയെ കൊണ്ട് മാറ്റാൻ പറ്റൂല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ശഫാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഇറാദത്താണ്. അള്ളാഹുവിനോട് തന്നെ നടത്തുന്ന ശഫാഅത്ത് അഥവാ അള്ളാഹുവിന്റെ ഉദ്ദേശം, അതാണ് യഥാർത്ഥത്തിൽ ശഫാഅത്ത് നടക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരാൾക്കും തന്നെ ഈ ശഫാഅത്തിന്റെ വഴി രക്ഷപ്പെടാൻ സാധിക്കില്ല. അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ അവനെ അള്ളാഹു തൃപ്തിപ്പെടണം, അള്ളാഹു അനുവാദം കൊടുക്കണം. തൗഹീദിന്റെയും ഇഖ്ലാസിന്റെയും ആളുകളെ അല്ലാതെ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. അപ്പോ പരലോകത്ത് ഇല്ല എന്ന് പറയുന്ന ശുപാർശ ദുനിയാവിൽ നടക്കുന്ന ഈ ശുപാർശകളാണ്. പരലോകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ശുപാർശകന്, ഷഫീഇന് പ്രത്യേകം കൊടുക്കുന്ന ഒരു ഇക്റാം, ഒരു ആദരവാണ്. ഇതാണ് ശുപാർശയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ടാണ് ഖുർആനിൽ ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞ ആയത്തുകൾ വന്നിട്ടുള്ളത്, എന്നാൽ ശഫാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞ ആയത്തുകൾ വരാനുള്ള കാരണം. ഇനി ഈ ബാബിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ഒരു ആയത്താണ്. വഖൗലില്ലാഹി തആല വഅൻദിർ ബിഹിൽ ലദീന യഖാഫൂന അയ്യുഹ്ശറു ഇലാ റബ്ബിഹിം ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ഷഫീഉൻ. സൂറത്തുൽ അൻആമിലെ 51ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഅൻദിർ ബിഹിൽ ലദീന യഖാഫൂന അയ്യുഹ്ശറു ഇലാ റബ്ബിഹിം. നബിയെ, ഈ ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്യുക, അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും, അവരുടെ റബ്ബിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് ഭയപ്പെടുന്ന ആളുകളെ ഈ ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്യുക. ലൈസ ലഹും മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ അവർക്കില്ല, വലിയുൻ ഒരു രക്ഷാധികാരിയില്ല, വലാ ഷഫീഉൻ ഒരു ശുപാർശകനുമില്ല. അപ്പൊ ഈ ആയത്തിൽ എന്താണ്? ശുപാർശകൻ ഇല്ല എന്നുള്ള പറയുന്നത്. ഒരു ശുപാർശകൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഏതുപോലെ? ഈ ശിർക്കിന്റെ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് പോലെ. അവരുടെ വാക്ക് കേട്ട്, അവർ പ്രാർത്ഥിച്ച്, അവർ ചോദിച്ച് ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള വലിയാവട്ടെ, റസൂലാവട്ടെ, മലക്കാവട്ടെ, അവർ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ പറഞ്ഞു എന്നതിന്റെ പേരിൽ ശുപാർശ ചെയ്യുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു ശുപാർശകൻ പരലോകത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ കഴിവുള്ള ഒരു വലിയ ഉണ്ടാവില്ല, സഹായിക്കപ്പെടുന്ന വലിയ ഉണ്ടാവും.
അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കപ്പെടുന്ന അൽ വലിയുൽ മൻസൂർ ഉണ്ടാവും, എന്നാൽ വലിയുൽ നാസിർ അവരെ സഹായിക്കുന്ന ഒരു വലിയും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ ഇതിൽ ശുപാർശകനില്ല എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞ അശ്ശഫാഅത്തുൽ മൻഫിയ, അല്ലാഹു തആല നിഷേധിച്ചിട്ടുള്ള ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ശുപാർശയാണ്. അടുത്ത ആയത്ത് വഖൗലിഹി തആല ഖുൽ ലില്ലാഹി അശ്ശഫാഅത്തു ജമീഅ, സൂറത്തു സുമറിലെ 44-ാമത്തെ ആയത്താണ്. ഖുൽ ലില്ലാഹി അശ്ശഫാഅത്തു ജമീഅ, നബിയെ പറയുക അല്ലാഹുവിനാണ് എല്ലാ ശുപാർശയും ഉള്ളത്, അല്ലാഹുവിനാണ് എല്ലാ ശുപാർശയും ഉള്ളത്. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി ശഫാഅത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി തരുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, എല്ലാ ശുപാർശയും അല്ലാഹുവിനുള്ളതാണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ആര് ശുപാർശ ചെയ്യണം എന്നുള്ളത് അല്ലാഹു തീരുമാനിക്കണം, ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്നുള്ളത് അല്ലാഹു തീരുമാനിക്കണം. അതായത് ഷഫീ ആരാണെന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മശ്ഫൂഉൻ ലഹു ആരാവണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ നടക്കണം എന്താണ്? അള്ളാഹുവിനോട് നടത്തുന്ന ഷഫാഅത്താണത്. അതിന്റെ വിശദീകരണം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഉദ്ദേശം അത് അള്ളാഹുവിന്റെ ഇറാദത്താണ്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കുള്ള കാര്യമാണ്. ആര് ശുപാർശകനാവണമെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കണം, ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യപ്പെടണമെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കണം. അപ്പൊ ഒരാളുടെ ശുപാർശ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരോടാ ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടാണ്. അതാണ് പരലോകത്ത് ഉള്ള ശുപാർശ. എല്ലാ ശുപാർശയും അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ ഒരാളോടും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഏതെങ്കിലും ഒരാളുടെ ശുപാർശ കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ രക്ഷപ്പെടുന്നത് പോലെ. ദുനിയാവിൽ ചിലപ്പോൾ ഉണ്ടാവും, പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും ഒരാളുടെ ശുപാർശ കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒഴിവായി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ അത് പരലോകത്തില്ല. പരലോകത്തുള്ളത് അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ ഇറാദത്താണ് യഥാർത്ഥത്തിൽ ഷഫാഅത്ത് എന്ന് പറഞ്ഞത്. അവിടെ നടക്കുന്നത് ശുപാർശകനെ അള്ളാഹു ആദരിക്കുന്നു എന്ന് മാത്രം. ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് അടുത്ത് വരുന്നതാണ്. പരലോകത്ത് ഷഫാഅത്തുൽ ഉളമ, വളരെ മഹത്തരമായിട്ടുള്ള എല്ലാവരും ബുദ്ധിമുട്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ നടത്തുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന ആ സ്ഥാനം നൽകിക്കൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ആദരവാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്, ആയത്തുൽ കുർസിയിലെ ഭാഗമാണ്. വഖൗലിഹി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാനുള്ളത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? ശുപാർശ ഉണ്ട് എന്ന് ഈ ആയത്ത് മനസ്സിലായി. പക്ഷെ ഒരു നിബന്ധന വെച്ചു. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദമില്ലാതെ ഒരു ശുപാർശയില്ല. അള്ളാഹു അനുവാദം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി ഒരു ശുപാർശകൻ ഉണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലായി. അപ്പൊ ഈ ആയത്തുകളിൽ പറയുന്നത് അശ്ശഫാഅത്തുൽ മുസ്ബതതു, സ്ഥിരപ്പെട്ടിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ശുപാർശകനെ ആദരിക്കുന്ന തരത്തിലുള്ള ശഫാഅത്താണ് അവിടെ ഉള്ളത്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൗലിഹി തആല, സൂറത്തുൻ നജ്മിലെ 26-ാമത്തെ ആയത്താണ്. വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅ ഇല്ലാ മിൻ ബഅദി അൻ യഅ്സന അല്ലാഹു ലിമൻ യശാഉ വയർദാ. ആകാശത്ത് എത്ര മലക്കുകളുണ്ട്, അവരുടെ ശുപാർശ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ട് പറഞ്ഞു ഇല്ലാ മിൻ ബഅദി അൻ യഅ്സന അല്ലാഹു ലിമൻ യശാഉ വയർദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്തവർക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. ഇതാണ് ശഫാഅത്തിന്റെ പ്രധാനപ്പെട്ട ഷർത്തുകൾ. അതായത് ശുപാർശകനായിട്ട് ഒരാളാകണമെങ്കിലും ശുപാർശ ചെയ്യപ്പെടേണ്ടവനായിട്ട് ഒരാളാവണമെങ്കിലും, അഥവാ ഷഫീ ആവണമെങ്കിലും മശ്ഫൂഉൻ ലഹു ആവണമെങ്കിലും 2 നിബന്ധന അവിടെ പൂർത്തിയാവണം. 1, അള്ളാഹു അനുവാദം കൊടുക്കണം. 2, അള്ളാഹു തൃപ്തിപ്പെടണം. തൗഹീദിന്റെ ആളുകളല്ലാതെ അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അപ്പോ ഒരിക്കലും ഈ ഭൗതികമായി ലോകത്ത് നടക്കുന്ന ശുപാർശയെ പോലെയാണ് പരലോകത്തെ ശുപാർശ എന്ന് ധരിച്ചിട്ടാണ് ഇവിടെ ആളുകൾ ഈ വലിയകളെയും സാലിഹ്യങ്ങളെയും ശുപാർശകന്മാരെയും ഇടനിലക്കാരായിട്ട് വെക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അപകടം ഞാൻ ആദ്യം പറഞ്ഞ വാക്കാണ്. അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശത്തെ ഒരു സൃഷ്ടിക്ക് മാറ്റാൻ സാധിക്കില്ല. അതിനേക്കാൾ അപകടമാണ് നമ്മുടെ നാടുകളിൽ പല ഉസ്താദുമാരും പറഞ്ഞു നടന്നത് ബസ്സിന്റെയും ബെൻസ് കാറിന്റെയും അങ്ങനെ പലതിന്റെയും ഉപമ.
അവരെങ്ങനെയാണ് അള്ളാഹുവിനെ ഭൗതികമായിട്ടുള്ള ഒരു മന്ത്രിയോടോ രാജാവിനോടോ താരതമ്യം ചെയ്യുക? അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? അപ്പോൾ ഒരിക്കലും ദുനിയാവിലെ ശുപാർശയെ പോലെ പരലോകത്തെ ശുപാർശ ഉണ്ടാവുകയില്ല. അവിടെയുള്ള ശുപാർശ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശമാണത്. അതിൽ ഷഫീ ആവട്ടെ മശ്ഫൂഉൻ ലഹു ആവട്ടെ അള്ളാഹു അനുവാദം കൊടുക്കുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും വേണം. അടുത്ത ആയത്തുകൾ സൂറത്തു സബഇലെ 22, 23 ആയത്തുകളാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖൗലിഹി തആല വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ വമാ ലഹു മിൻഹും മിൻ വഹീർ വലാ തനഅഫൻ. 22ാമത്തെ ആയത്തിന്റെ തുടക്കം ഖുൽ ഇദ്ഉൽ ലദീന ജഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് وما لهم فيهما من شرك وما له منهم من ظهير ولا تنفع الشفاعة عنده إلا لمن أذن له. الله سبحانه وتعالى പറയാണ് قل ادعوا الذين زعمتم من دون الله. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വാദിക്കുന്ന ഇലാഹുകളാണെന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ വിളിച്ചുകൊള്ളുക. لا يملكون مثقال ذرة في السماوات ولا في الأرض. ആകാശഭൂമികളിൽ ഒരു മിസ്കാലു ദർറ, ഒരു അണുമണി തൂക്കം പോലും അവർ അധികാരപ്പെടുത്തുന്നില്ല. ആകാശഭൂമികളിൽ ഒന്നിന്റെയും ചെറിയൊരു കാര്യത്തിന്റെ പോലും അധികാരം അവരുടെ കയ്യിലില്ല. വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അല്ലാഹുവിന്റെ തീരുമാനങ്ങളിൽ ഭൂമിയിലുള്ള ആകാശഭൂമികളുടെ കാര്യങ്ങളിൽ ഒരു കാര്യത്തിലും അല്ലാഹുവിന് ഒരു പങ്കുകാരനായിട്ടും അവരാരുമില്ല. വമാ ലഹു മിൻഹും മിൻ വഹീർ. ഇനി ഈ ആകാശഭൂമികളിൽ ഇവർ ആരാധിക്കുന്ന ഇലാഹുകളിൽ അള്ളാഹുവിന് സഹായിയായിട്ട് ഒരാളില്ല. വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു അനുവാദം കൊടുത്തവനല്ലാതെ ഒരു ശുപാർശയും ഉപകരിക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ ആയത്തിന് ഉലമാക്കൾ പറയാറുള്ള വളരെ നമ്മൾക്ക് ഹിഫ്ളാക്കി വെക്കേണ്ട ഒരു ആയത്താണ്. സൂറത്ത് സബയിലെ 22, 23 ആയത്തുകളെ പറ്റി ഉലമാക്കൾ പറയാറുള്ളത് ഷിർക്കിന്റെ അടിവേതറക്കുന്ന ആയത്തുകൾ എന്നാണ്. ഷിർക്കിന്റെ അടിസ്ഥാനങ്ങളെ എല്ലാം തകർക്കുന്ന ആയത്ത് എന്നാണ്. കാരണം ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ അടിസ്ഥാനം ഉണ്ടാവുന്ന 4 കാര്യങ്ങൾ അതിൽ പറയുന്നത്. ഒന്നെങ്കിൽ അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ വെക്കുന്നവർ അവർ ജൽപ്പിക്കുന്ന ഒരു കാര്യം, അള്ളാഹു ഇല്ലെങ്കിലും അള്ളാഹുവിനെ പോലെ ഈ ഇവിടെ അധികാരമുള്ള ആകാശഭൂമികളിൽ അധികാരമുള്ള ആളുണ്ടായിരിക്കും, നിദ്ദുണ്ടായിരിക്കും, അള്ളാഹു വേണ്ട പകരം ഇയാൾ മതി എന്നത്. രണ്ടാമത്തേത് പറയുക അള്ളാഹുവിനൊപ്പം പങ്കുകാരനായിട്ട് ഒരാള്, ശരീക്കായിട്ട് ഒരാള് എന്ന അർത്ഥത്തിൽ പറയും. മൂന്നാമത്തേത് അള്ളാഹുവിനെ സഹായിക്കാനാണ് ഞങ്ങളുടെ ഇലാഹുകൾ എന്ന് പറയും. അതായത് ഷിർക്കിന്റെ ആളുകൾ അവർ ആരാധിക്കുന്ന ഇലാഹുകളെ ഒന്നുകിൽ അള്ളാഹുവിന് പുറമെ ഭൂമിയിൽ അധികാരമുള്ളവർ, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം പങ്കുകാരായിട്ടുള്ളവർ, അല്ലെങ്കിൽ അള്ളാഹുവിനെ സഹായിക്കാനുള്ളവർ, നാലാമത്തേത് അള്ളാഹുവിലേക്കുള്ള ശുപാർശകരായിട്ടുള്ളവർ. ഈ 4 വാദത്തിലാണ് ആളുകൾ ഷിർക്ക് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും ഇന്നും ഈ 4 വാദങ്ങളാണ് ഉണ്ടാവുക. ഈ 4 വാദത്തെയും ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുകയാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ഇലാഹുകൾ മിസ്ഖാലു ദർറ, അണുമണി തൂക്കം പോലും അധികാരപ്പെടുത്തുന്നില്ല. അത് തീർന്നു, അധികാരമില്ല. രണ്ടാമത്തേത് ആകാശഭൂമികളിൽ അള്ളാഹുവിന് പങ്കുകാരനായിട്ട് ഒരാളുമില്ല, ഷിർക്കിന്റെയും തീർന്നു. മൂന്നാമത്തേത് വമാ ലഹു മിൻഹും മിൻ വഹീർ, സഹായിയായിട്ട് അള്ളാഹുവിന് ഒരാളില്ല, അതും കഴിഞ്ഞു. പിന്നെ നാലാമതുള്ള ശഫാഅത്താണ്. അത് അള്ളാഹു പറഞ്ഞു അള്ളാഹു അനുവാദം കൊടുത്തവനല്ലാതെ പരലോകത്ത് ശുപാർശ ചെയ്യാനും സാധിക്കുകയില്ല. അപ്പൊ ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ അടിസ്ഥാനങ്ങളെ ഇല്ലാതാക്കുന്ന ആയത്താണ്. ഇതിൽ ശഫാഅത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിനെ പറ്റിയുള്ള വിശദീകരണം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ആയത്തിന് കൊടുത്തിട്ടുള്ള വിശദീകരണം ഈ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാം. قال أبو العباس കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം തഖിയുദ്ദീൻ അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, ഇബ്നു തൈമിയ റഹിമഹുള്ളയാണ്. നഫ അല്ലാഹു അമ്മാ സിവാഹു കുല്ലമാ യതഅല്ലഖു ബിഹിൽ മുശ്രികൂൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് പുറമെ മുശ്രിക്കീങ്ങൾ ബന്ധപ്പെടുത്തുന്ന അഥവാ ആരാധിക്കുന്ന എല്ലാത്തിനെയും നിഷേധിച്ചു. ഫനഫാ അൻ യകൂന ലിഗൈരിഹി മുൽകുൻ ഔ ഖിസ്തും മിൻഹു. അള്ളാഹുവിന് പുറമെ അധികാരമോ സ്ഥാനമോ ഇല്ല എന്ന് ഈ ആയത്തിലൂടെ പറഞ്ഞു. ഔ യകൂന ഔനൻ ലില്ലാഹ്, അള്ളാഹുവിന് സഹായിയായിട്ടും ഇല്ല എന്ന് പറഞ്ഞു. വലം യബ്ഖ ഇല്ല ശഫാഅ, പിന്നെ ബാക്കിയായിട്ടുള്ളത് ശഫാഅത്താണ്, ശുപാർശകനായിട്ടാണ്.
ഫബയ്യന അന്നഹാ ലാ തൻഫഉ ഇല്ലാ ലിമൻ അദിന ലഹു റബ്ബ്. ഈ ആയത്തിൽ വ്യക്തമാക്കി ശഫാഅത്ത് അള്ളാഹു അനുവാദം നൽകിയവനല്ലാതെ ഉപകരിക്കില്ല എന്നത്. കമാ ഖാല, അള്ളാഹു പറഞ്ഞതുപോലെ, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, സൂറത്തുൽ അംബിയായിലെ 28ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ടവരല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യില്ല. എന്നിട്ട് പറയാണ്, ഫഹാദിഹി ശഫാഅത്തു അല്ലതി യബുന്നുഹാ അൽ മുശ്രികൂൻ ഹിയ മുൻതഫിയത്തുൻ യൗമൽ ഖിയാമ. മുശ്രിക്കീങ്ങൾ വിചാരിച്ചിട്ടുള്ള ഈ ശുപാർശ എന്നുള്ളത് പരലോകത്ത് ഇല്ലാത്ത ഒന്നാണ്. നമ്മൾ പറഞ്ഞതുപോലെയുള്ളത്. കമാ നഫാഹ അൽ ഖുർആൻ, ഖുർആനിൽ അതില്ല എന്ന് പറഞ്ഞതുപോലെ. വഖ്ബറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, അന്നഹു യഅതി ഫയസ്ജുദു ലിറബ്ബിഹി വയഹ്മദുഹു ലാ യബ്ദഉ ബിശ്ശഫാഅത്തി അവ്വലൻ. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായി വീഴുകയും, ശഫാഅത്തുൽ ഉളമ നമുക്കറിയുന്ന കാര്യമാണ്. കാരണം പരലോകത്ത് മഹ്ശറിൽ വിചാരണ തുടങ്ങാൻ നിൽക്കുമ്പോൾ മനുഷ്യരെല്ലാം ഓരോ നബിമാരുടെ അടുക്കൽ പോകും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോകും, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോകും, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോകും, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ, ഇബ്രാഹിം നബിയുടെ അടുക്കൽ, ഈസാ നബിയുടെ അടുക്കൽ, എല്ലായിടത്തും പോകും. അവരൊക്കെ അവരവരുടെ ഒഴിവഴിവ് പറഞ്ഞിട്ട് മുഹമ്മദിന്റെ അടുക്കലേക്ക് എല്ലാം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു ആദ്യം പോയി ശുപാർശ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ശരി, ഞാനൊക്കെ ചെയ്തു തരാം, ഞാൻ പോയി ശുപാർശ ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ പോയി ശുപാർശ ചെയ്യാണ് ചെയ്യുന്നത്? അല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പോയി അല്ലാഹുവിന് മുമ്പിൽ സുജൂദിലായി വീഴുകയും അല്ലാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യും. ആദ്യം തന്നെ ശുപാർശയല്ല തുടങ്ങിയത്. തുമ്മ യുഖാലു ലഹു, അപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ഇർഫഅ റഅസക്, റസൂലേ നിങ്ങളുടെ തല ഉയർത്ത്. വഖുൽ യുസ്മഅ, നീ പറഞ്ഞോ കേൾക്കപ്പെടും. വസ്അൽ തുഅത, ചോദിച്ചോ നൽകപ്പെടും. വശ്ഫഅ തുശഫഅ, ശുപാർശ ചെയ്തോ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് പറയും. അപ്പൊ അള്ളാഹു അനുവാദം കൊടുത്തതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ശുപാർശ ചെയ്യുന്നത്. അപ്പൊ യാതൊരു ഉറപ്പില്ലാത്ത ആളുകളുടെ അടുക്കലാണ് ഈ കൂട്ടർ ശഫാഅത്തിന്റെ പേരും പറഞ്ഞ് ശിർക്ക് ചെയ്യുന്നത്. യാതൊരു അടിസ്ഥാനവും അതിനില്ല. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, വഖാല അബൂ ഹുറൈറ, അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ ചോദിച്ചു, മൻ അസ്അദു നാസി ബിശഫാഅതിക്, റസൂൽ നിങ്ങളുടെ ശുപാർശ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി, ഖൽബിൽ ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയാണ്, ഫതിൽക ശഫാഅതു ലിഅഹ്ലിൽ ഇഖ്ലാസ് ബിഇദ്നില്ലാഹ്. അപ്പൊ അനുവദിക്കപ്പെട്ട ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഇഖ്ലാസ് ഉള്ള തൗഹീദിന്റെ ആളുകൾക്കുള്ളതാണ്. വലാ തകൂനു ലിമൻ അശ്റക ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹുവിന് പുറമെ മറ്റൊരാളോട് അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള കാര്യങ്ങൾ ശുപാർശയാവട്ടെ എന്തുമാവട്ടെ ചോദിക്കുന്ന ആളുകൾക്കുള്ളതല്ല. വഹഖീഖതുഹു, അതിന്റെ യാഥാർത്ഥ്യം, അന്ന അല്ലാഹ സുബ്ഹാനഹു ഹുവല്ലദീ യതഫദ്ദലു അലാ അഹ്ലിൽ ഇഖ്ലാസ് ഫയഗ്ഫിറു ലഹും ബിവാസിതിഹി ദുആഇ മൻ ഉദിന ലഹു അൻ യശ്ഫഅ. അല്ലാഹു ആണ് ഇഖ്ലാസ് ഉള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നൽകുന്നത്. ഏതു മുഖേന? ഒരു ഷഫീഇന്റെ, ഒരു ഇടനിലക്കാരന്റെ തേട്ടം മുഖേന അള്ളാഹു അനുവാദം കൊടുത്തതിന് ശേഷം അയാളുടെ ശുപാർശ മുഖേന ഈ നൽകുന്നത്, ഈ ശുപാർശ സ്വീകരിക്കുന്നത്. ലിയുക്രിമഹു വയനാലുൽ മഖാമൽ മഹ്മൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കൊടുത്തെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാനും ഈ മഖാമുൽ മഹ്മൂദ് എന്നുള്ള സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാനും. ഫശഫാഉ അല്ലതി നഫാഹ അൽ ഖുർആൻ മാ കാന ഫീഹാ ശിർകുൻ, ഖുർആൻ എപ്പോഴെല്ലാം ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ ആളുകൾ, ശിർക്കിന്റെ ആളുകൾ വിചാരിക്കുന്നത് പോലെയുള്ള ശിർക്ക് കലർന്നിട്ടുള്ള ശഫാഅത്താണ്. വലിഹാദാ അസ്ബത അശ്ശഫാഅ ബിഇദ്നി ഫീ മവാദിഅ, അതുകൊണ്ടാണ് അനുവാദത്തോട് കൂടിയിട്ടുള്ള, അള്ളാഹുവിന്റെ അനുവാദം ലഭിച്ചിട്ടുള്ള ശഫാഅത്ത് ഉണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു രണ്ട് തരത്തിലുള്ള ശഫാഅത്ത്, അത് ഇതുകൊണ്ടാണ് പറയുന്നത്. വഖദ് ബയ്യന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാ ലാ തകൂനു ഇല്ലാ ലിഅഹ്ലി തൗഹീദ് വൽ ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി, ആ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ അത് തൗഹീദിന്റെയും ഇഖ്ലാസിന്റെയും ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതും. അപ്പോ ഈ ശഫാഅത്തിന്റെ രണ്ട് അവസ്ഥകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി പരലോകത്ത് ശഫാഅത്തുണ്ട്, 6 തരത്തിലുള്ള ശഫാഅത്ത് പരലോകത്തുണ്ട്. അതിൽ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ളതാണ്. 6 തരത്തിലുള്ള ശഫാഅത്ത് പരലോകത്തുണ്ടാകും.
അത് വലിയകൾക്ക് അഥവാ സ്വാലിഹ്യങ്ങൾക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ ശുഹദാക്കൾക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ കുട്ടികൾ മരണപ്പെട്ട ചെറിയ കുട്ടികൾ മരണപ്പെട്ട ആ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ശുപാർശ ഉണ്ടാകും. അതുപോലെ തന്നെ പല രീതിയിലുള്ള ശുപാർശകൾ മലക്കുകൾക്ക് ശുപാർശ ഉണ്ടാകും, നബിമാർക്കും ഉണ്ട്, അതുപോലെ പല രീതിയിലുണ്ട്. ഇതിൽ 6 തരത്തിലുണ്ട്. 3 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞ ശഫാഅത്തുൽ ഉൾമ, പരലോകത്ത് വിചാരണ ആരംഭിക്കാനുള്ളത്. 2 സ്വർഗത്തിൽ ആദ്യം ആളുകൾ പ്രവേശിക്കാൻ വേണ്ടി, സ്വർഗത്തിന്റെ കവാടം തുറക്കണമെങ്കിൽ അത് ആര് പറഞ്ഞിട്ടേ തുറക്കുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്ത് ചെയ്യുന്നത്. 3ാമത്തേത് അബൂ താലിബിന് നരകത്തിൽ ശിക്ഷ കുറച്ചു കൊടുക്കാനുള്ള ശഫാഅത്ത്. ഈ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്. പിന്നെ പൊതുവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ബാക്കിയുള്ള നബിമാർക്കും സാലിഹ്യങ്ങൾക്കും ശുഹദാക്കൾക്കും ഒക്കെയുള്ള ശഫാഅത്തുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നരകശിക്ഷ ഉറപ്പായിട്ടുള്ള ആളുകൾ, അവർക്ക് ആ നരകശിക്ഷ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. 2 നരകത്തിൽ കിടന്ന തൗഹീദുള്ള ആളുകൾ, അവരാ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ളത്. 3 സ്വർഗത്തിൽ കിടന്ന ആളുകൾ, അവർക്ക് ദറജ കൂടാനും പ്രതിഫലം കൂടാനും ഉള്ളത്. ഇത് പൊതുവായിട്ട് എല്ലാവർക്കുമുള്ള ശഫാഅത്തുകളാണ്. അപ്പോൾ പരലോകത്ത് ശുപാർശയുണ്ട്. എന്നാൽ അത് ഈ ശിർക്കിന്റെ ആളുകൾ വിചാരിച്ചതുപോലെ ദുനിയാവിലെ ശുപാർശ പോലെയല്ല. അത് ഇല്ല എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ശുപാർശയുടെ പേരും പറഞ്ഞ് ആര് വിളിച്ചെടുക്കും കാര്യമില്ല. അത് എത്ര വലിയ സ്ഥാനമുള്ള ആളാണെങ്കിലും അതുകൊണ്ട് ഒരു ഉപകാരവും പരലോകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ മശ്ഫൂഉൻ ലഹു ആകാൻ സാധിക്കുകയുള്ളൂ. ആർക്ക് വേണ്ടിയാണ് ശുപാർശ നടത്തുന്നത് അവനാകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിന്റെ ശർഹ് സഅദിയിലുള്ളത് ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. കുറച്ചുണ്ട്, ഇപ്പോൾ വായിച്ചാൽ കുറച്ച് സമയം എടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ശിർക്കിന്റെ വലുതും ചെറുതുമായ എല്ലാ ഇനങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.